വെൽക്കം ബാക്ക്. ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞാനിത് കണ്ടിട്ടുള്ളത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അതായത് കോഫിയിലൊക്കെ ഡിപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ അരികെല്ലാം കത്തിച്ച് കെടുത്തി കരിച്ചൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കിൽ ഇത് ചെയ്താലോ എന്ന്. അത്രയും കഷ്ടപ്പെടാതെ തന്നെ ആ ഒരു ഏകദേശം ലുക്ക് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 A4 ഷീറ്റാണ്. ഇതധികം കനമൊന്നുമില്ലാത്ത A4 ഷീറ്റാണ്. A4 ഷീറ്റ് തന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല. ഇപ്പം നോട്ട്ബുക്കിലെ പേപ്പർ എടുത്താലും മതി. അതിങ്ങനെ ഏകദേശം ഒരു സെയിം സൈസിൽ ഇങ്ങനെ കീറി എടുക്കുക. കീറി തന്നെ എടുക്കണം, നമ്മുടെ കൈ വെച്ച് കീറി തന്നെ എടുക്കണം. സിസേഴ്സോ ബ്ലേഡോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കേണ്ട. ഇങ്ങനെ കീറി എടുത്താലേ നമുക്ക് ആ വക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഞാനെടുത്ത ബോട്ടിലിനെ കവർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് അതിനുള്ള കളർ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ കളേഴ്സാണ്. ഈ ഷെയ്ഡ് ബേൺസി തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളേഴ്സിലൊന്നാണിത്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. വളരെ തിക്കാവാനും പാടില്ല, വളരെ തിന്നാവാനും പാടില്ല. തിക്കായി കഴിഞ്ഞാൽ ആ പേപ്പർ ഫുൾ ഒരു കളറായി മാറും. അപ്പം അതിൻ്റെ അരികെ ഇങ്ങനെ പ്രത്യേകിച്ചൊരു കളർ ഡാർക്ക് ഷെയ്ഡിൽ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസനായിട്ട് തന്നെ ഇരിക്കണം. കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കി വെച്ച പേപ്പറൊക്കെ, നമ്മൾ പിച്ചി ഉണ്ടാക്കി വെച്ച പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുക. അതിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. അത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി അത് ഉണങ്ങാനായിട്ട് വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഇത് ഉണക്കാൻ വെക്കാൻ നല്ലത്. പിന്നെ ഒരെണ്ണത്തിൻ്റെ മേലെ ആയിട്ടിരിക്കാതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണക്കാനിടണം. ഒരു പകുതി ഉണക്കമൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വേർപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. കാരണം ചില ഷീറ്റിൽ അത് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, എടുക്കാൻ കിട്ടാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ. ഒരു ഹാഫ് ഉണക്കാകുമ്പോൾ ഒന്നിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിത് ഉണങ്ങാൻ ഒരു 2-3 മണിക്കൂർ എടുത്തു. ഇനി ഇത് പതുക്കെ നമുക്കതിങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിത് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. ബോട്ടിൽ ഒട്ടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തലങ്ങും ഒട്ടിച്ച് കഴിഞ്ഞാൽ ആകെ ബോറാവും. അപ്പം അതിൻ്റെ സ്പേസ് നോക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മളിത് ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോളിൽ നന്നായിട്ട് ഒട്ടും ബോട്ടിൽ. ഞാൻ ബോട്ടിലിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഒട്ടിച്ച് തുടങ്ങുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വശവും നന്നായിട്ട് പശയിൽ ബോട്ടിൽ ഒട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ബബിൾ കയറിയിട്ട് അത് വൃത്തികേടായിരിക്കും. പിന്നൊരു കാര്യമുള്ളത്, ഓരോ പീസും വയ്ക്കുമ്പം ഓവർലാപ്പ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഒന്നിൻ്റെ മേലെ കുറച്ച് ഭാഗം കയറി നിൽക്കുന്ന പോലെ വേണം ഒട്ടിച്ചെടുക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബോറാവും. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് ഓരോ പീസും വെച്ചിട്ട് വരണം. നെക്ക് പോർഷൻ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അവിടെ ഇങ്ങനെ ബംസും ക്രീസും ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എന്നാലും പതുക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
തിക്നെസ്സായി നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. എന്നാലാണ് അവിടെ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇവ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി ചെയ്യാനുള്ളത്, അത് വാട്ടർ കളേഴ്സാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്, അപ്പം അത് കളർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോള് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇത് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അങ്ങോട്ട് സീൽഡ് ആയിക്കോളും. പിന്നെ അത് ഫെയ്ഡായി പോവോ കയ്യിലാവോ ഒന്നും ചെയ്യില്ല. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വാർണിഷ് അപ്ലൈ ആണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിക്ചർ വാർണിഷാണ്. പിക്ചർ വാർണിഷ് ആകുമ്പം നമുക്ക് സെയിം കളർ, നമുക്ക് യെല്ലോയിങ്ങോ ഒന്നും വരാതെ നല്ല ക്ലിയർ വാർണിഷ് ആയിരിക്കും പിക്ചർ വാർണിഷ്. ഞാനത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ മറ്റേ ക്ലിയർ വാർണിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡബ്ബയിൽ കിട്ടുന്ന സംഭവമുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പം ഒരു യെല്ലോ കളർ വരികയാണ്. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കളറൊക്കെ, ഈ ഒരു കളറിന് ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ വേറെ ഏതെങ്കിലും കളറൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പിങ്കൊക്കെ ആണെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അതൊരു യെല്ലോ കളറായി മാറുകയാണ്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇത് പിന്നെ ഞാൻ ഗ്രീൻ കളറിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇതും ഇഷ്ടമായി എനിക്ക്. ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതിനും കുറച്ച് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലെല്ലാം വാർണിഷെല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലൈസിങ്ങും ഷൈനിങ്ങും ഒക്കെ വരും വാർണിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. ഗ്ലാസ്സിലെ വാർണിഷും ഉണങ്ങിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് ചെയ്തത്. എവിടെ നിന്നോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇനിയും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട.